നിങ്ങൾ ഞെട്ടിയോ? ആരൊക്കെ ഞെട്ടി? കുട്ടികളെ കൊല്ലാനുള്ള മതഭ്രാന്ത്. കർണാടകയിലെ ബൽഗാവ് ജില്ലയിൽ ഹുള്ളിക്കെട്ട് ഗ്രാമത്തിൽ ലോവർ പ്രൈമറി സ്കൂളിൽ ഒരു പ്രധാന അധ്യാപകനെതിരെയുള്ള വിരോധം കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് കൊല്ലാനുള്ള പ്രേരണയായി ശ്രീരാമസേന പ്രവർത്തകർക്ക്. പ്രധാന പ്രതി സാഗർ പാട്ടീൽ, മറ്റു 2 പ്രതികൾ കൂടി. കൃഷ്ണമഠർ നാഗർഗൌഡ പാട്ടീൽ. മതവിരോധം കാരണം കുഞ്ഞുങ്ങളെ പോലും കൊല്ലാനുള്ള രീതിയിൽ ആ മസ്തിഷ്കത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന വിഷം അത് എത്രത്തോളം മാരകമായിരിക്കും. ഈ തലകളിലേക്ക് അതൊക്കെ കുത്തിവെക്കപ്പെടുന്നവരെ എന്താണ് ചെയ്യേണ്ടത്? ഈ ചിന്തകൾ പേരി നടക്കുന്ന എത്ര ആയിരം പേർ നമുക്ക് ചുറ്റുമുണ്ടാകും. പണ്ട് കാസർഗോഡിന്റെ ഫാദു എന്ന കുഞ്ഞുമോൻ കൊല ചെയ്യപ്പെട്ടത് ഓർത്തു പോകും. ഭാരതീയ ന്യായ സംഹിത 110, 125 1A പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പോലും ജീവൻ അപകടത്തിലാവുന്ന പ്രവൃത്തി ചെയ്തതിനാണ് കേസ്. സത്യത്തിൽ ഇത്തരം കേസുകളിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ഈ പ്രതികൾക്കെതിരെയൊക്കെ കേസെടുക്കണം? BNS 111 അറ്റംപ്റ്റ് ടു മർഡർ, കൊലപ്പെടുത്താനുള്ള ശ്രമം. വിഷം എന്നത് ഒരു മാരക സാധനമാണ്. അപ്പോ അത് ഉപയോഗിച്ചതിനുള്ള കേസ്. ജുവനൽ കേസ്, കുട്ടിയെ ഉപയോഗിച്ചതിന് കൊലപ്പെടുത്തുന്നതിന്റെ വീട്. മതവിരോധം കാരണമാണ് ഈ പ്രവൃത്തി ചെയ്തത്. അപ്പോൾ മതസ്പർദ്ധക്കുള്ള കേസ്. ക്രിമിനൽ കോൺസ്പിറൻസി, ഗൂഢാലോചന. പിന്നെ പൊതു ഇടത്തിലെ കുടിവെള്ളത്തിൽ വിഷം കലർത്തി കുട്ടികളെ തെറ്റായി ഉപയോഗിച്ചു. ഇങ്ങനെ പല പല വകുപ്പുകളുണ്ട്. സാധ്യമാകുന്ന എല്ലാ വകുപ്പുകൾ പ്രകാരവും കേസെടുക്കേണ്ടതുണ്ട്. കാരണം ഇത്തരം കുറ്റം ചെയ്യുന്നവരെ, കുറ്റവാളികൾക്കെതിരെ കർശനമായി മുഖം നോക്കാതെ നടപടിയെടുത്ത് ഓരോ കുറ്റത്തിനും 10, 8, 7, 6, 5 വർഷമൊക്കെയാണ് തടവ് ശിക്ഷ. അതുകൂടാതെ പിഴയും. ഇത്തരം പ്രവർത്തിയൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വൻ ഗുരുതരമാണ്. അപ്പോ ഇത്തരം ആളുകൾക്കെതിരെ സാധ്യമായ എല്ലാ വകുപ്പുകളും ചേർത്ത് കേസെടുത്ത് കാലകാലം അകത്ത് കിടക്കട്ടെ ഓരോ വകുപ്പുകൾ പ്രകാരം.